നെക്സ്റ്റ് ടോപ്പിക്ക് ബീറ്റ ഫംഗ്ഷനാണ്. ബീറ്റ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റ ഓഫ് പി ക്യൂ, വേർ പിയും ക്യൂവും ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സാണ് ആൻഡ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബീറ്റ ഓഫ് പി ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. സോ ഇതാണ് ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബീറ്റ ഓഫ് പി ക്യൂവിന് മറ്റ് മൂന്ന് ഡെഫിനിഷൻസും കൂടിയുണ്ട്. ബീറ്റ ഓഫ് പി ക്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ എ റൈസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻ്റഗ്രൽ 0 to a y റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു എ മൈനസ് വൈ റൈസ് ടു ക്യൂ മൈനസ് 1 ഡി വൈ. ഇത് മറ്റൊരു ഇക്വേഷൻ. അടുത്തൊരു ഇക്വേഷൻ വന്നിട്ട് ബീറ്റ ഓഫ് പി ക്യൂ ഈസ് ഈക്വൽ ടു 2 into integral 0 to pi by 2 sin theta the whole raised to 2p minus 1 cos theta the whole raised to 2p minus 1 d theta. 2p അല്ല 2q minus 1 d theta. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബീറ്റ ഓഫ് പി ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity y റൈസ് ടു പി മൈനസ് 1 ബൈ 1 പ്ലസ് വൈ റൈസ് ടു പി പ്ലസ് ക്യൂ ഡി വൈ. ഈ മൂന്ന് ഡെഫിനിഷൻസാണ് ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്ന മൂന്നല്ല 4 ഡെഫിനിഷൻസാണ് ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളത്. ഇതിൽ നമുക്ക് ഈ മൂന്ന് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേഷനും കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് ബേസിക് ഡെഫിനിഷനായ ബീറ്റ ഓഫ് പി ക്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ബാക്കി മൂന്ന് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ കേസ് 1 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് put x is equal to y by a. put x is equal to y by a. so dx എന്ത് വരും? dx equal to 1 by a കോൺസ്റ്റൻറ്റ് വൈൻ്റെ ഡെറിവേറ്റീവ് dy. ആൻഡ് നമുക്ക് ലിമിറ്റും കൂടെ വേണം. നമുക്ക് ലിമിറ്റ് പറയുന്ന എക്സ് 0 മുതൽ എക്സ് 1 വരെ എന്നാണ്. സോ കറസ്പോണ്ടിങ് വൈ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എന്ത് കിട്ടും? 0 കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് വൈ ബൈ എ ഈക്വൽ ടു 1 വരും. എ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ഇനി നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്ന ഡെഫിനിഷൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. ഇതിലോട്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു ഇൻ്റഗ്രൽ നമ്മുടെ പുതിയ ലിമിറ്റും 0 മുതൽ 1 വരെ തന്നെയാണ്. എക്സിന് പകരം വൈ ബൈ എ ദ ഹോൾ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം വൈ ബൈ എ ദ ഹോൾ റൈസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി എക്സിന് പകരം ഡി വൈ ബൈ എ. So which is equal to integral 0 to 1. So 0 to 1 അല്ല, ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പം വൈയുടെ ലിമിറ്റ് എ ആണ്. സോ പുതിയ ലിമിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ എ വരെ. സോ ഇൻ്റഗ്രൽ 0 to a വൈ റൈസ് ടു പി മൈനസ് 1 ബൈ, അതായത് പവർ രണ്ടു പേർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇതിനകത്തോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ എ മൈനസ് വൈ റൈസ് ടു ക്യൂ മൈനസ് 1 ബൈ എ റൈസ് ടു ക്യൂ മൈനസ് 1. ഇവിടെയും പവേഴ്സ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻറ്റു ഡി വൈ ബൈ എ എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a വൈ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു എ മൈനസ് വൈ റൈസ് ടു ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എല്ലാ പേരും എ ആണ്. സോ ഒരു എ എഴുതിയിട്ട് നമുക്ക് പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. പി മൈനസ് 1 പ്ലസ് ക്യൂ മൈനസ് 1 പ്ലസ് എ ഇൻറ്റു ഡി വൈ. സോ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ integral 0 to a y raised to p minus 1 into a minus y raised to q minus 1. സോറി, ഇവിടെ എ അല്ല, ഇവിടെ 1 ആണ്. എയുടെ പവർ 1 വരുന്നതുകൊണ്ട് പി മൈനസ് 1 പ്ലസ് ക്യൂ മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു ഡി വൈ. ഡിനോമിനേറ്ററിൽ 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് എ റൈസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 എന്ന് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ പുറത്തെടുക്കാം. കോൺസ്റ്റൻ്റ് ആണ്. എ റൈസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻ്റഗ്രൽ 0 to a വൈ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു എ മൈനസ് വൈ റൈസ് ടു ക്യൂ മൈനസ് 1 ഡി വൈ. സോ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡെഫിനേഷൻ ഇങ്ങനെയായിരുന്നു. ബീറ്റ ഓഫ് പി ക്യൂ ഈക്വൽ ടു 1 ബൈ എ റൈസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻ്റഗ്രൽ 0 to a വൈ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു എ മൈനസ് വൈ റൈസ് ടു ക്യൂ മൈനസ് 1 ഡി വൈ. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത്. നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയത് അതാണ്. സോ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു വൈ ബൈ എ.
അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കാനായിട്ട് കേസ് 2ൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്നാണ്. സോ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റയുടേത് 2 സൈൻ തീറ്റ ഇൻറ്റു ചെയിൻ റൂൾ ഉപയോഗിച്ച് സൈൻ തീറ്റേൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഡി തീറ്റ. ഇനി നമുക്ക് ലിമിറ്റ്സ് കൂടെ കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 വരും, വിച്ച് ഇംപ്ലൈസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് തീറ്റയുടെ സ്ഥാനത്ത് 0 വരണം. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 വരും, വിച്ച് ഇംപ്ലൈസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് സ്ക്വയർ ഇപ്പുറം വന്ന് റൂട്ട് ആകുമ്പോൾ √1 എന്ന് പറയുന്ന 1 തന്നെയാണ്. സൈനിന് 1 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു π/2. സോ ഇനി നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂവിനകത്ത് ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 x റൈസ് ടു p-1 1 - x റൈസ് ടു q-1 dx. ഇനി ഈ ഇക്വേഷനിലോട്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0 മുതൽ π/2 വരെ. എക്സിന് പകരം പറഞ്ഞിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ സ്ക്വയർ തീറ്റയാണ്. സോ സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റൈസ് ടു p-1 ഇൻറ്റു 1 - സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റൈസ് ടു q-1 dxന് പകരം 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് വരും. ബാക്കി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. ഈ സ്ക്വയറും കൂടെ നമുക്ക് പുറത്തോട്ട് കൊടുക്കാം. അപ്പോൾ സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു 2 ഇൻറ്റു p-1 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. സോ ആ സ്ക്വയറൂടെ പുറത്ത് കൊടുക്കുമ്പോൾ ഇൻറ്റു q-1 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. ഈ 2 അകത്തോട്ട് കൊടുക്കുമ്പോൾ സൈൻ റൈസ് ടു 2p-2 വരും. ഇവിടെ ഒരു സൈൻ തീറ്റയും കൂടെ ഉണ്ട്, അയാളുടെ പവർ 1 ആണ്. സോ അത് +1. എഗെയിൻ കോസ് തീറ്റ 2q-2, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, അതിൻ്റെ പവർ 1 ആണ്. സോ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ +1, ബാക്കി 2 ഉണ്ട്, ഡി തീറ്റ ഉണ്ട്. സോ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2. നമുക്ക് ഈ 2 കൂടെ അങ്ങ് പുറത്തെടുക്കാം. സോ സൈൻ തീറ്റ റൈസ് ടു 2p-1 കോസ് തീറ്റ റൈസ് ടു 2q-1 -2 + 1 എന്ന് പറയുന്നത് -1 ആണ്. സിമിലർലി ഇവിടെ -2 + 1 എന്ന് പറയുന്നത് -1 ആണ് ഇൻറ്റു ഡി തീറ്റ. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അതായത് ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ റൈസ് ടു 2p-1 കോസ് തീറ്റ റൈസ് ടു 2q-1 ഡി തീറ്റ. ചിലപ്പോൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിന് ഈ ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കണം. എക്സിന് സൈൻ സ്ക്വയർ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ബേസിക് ഡെഫിനിഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഇത് നമുക്ക് അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടാനായിട്ട് കേസ് 3ൽ നമ്മൾ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു y/1 + y. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ കോഷ്യൻ റൂൾ ഉപയോഗിക്കണം. ഇത് u, ഇത് v. സോ ഡി എക്സ് ഈക്വൽ ടു u' ഇൻറ്റു v മൈനസ് u ഇൻറ്റു v'. 1ൻ്റെ ഡെറിവേറ്റീവ് 0, വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ 1 + y ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ നിന്ന് dy നമുക്ക് കോമൺ എടുക്കാം. dy കോമൺ എടുത്താൽ ബാക്കിയുള്ളത് 1 + y-യും ഇവിടെ വരുന്നത് -y ബൈ 1 + y ദ ഹോൾ സ്ക്വയർ. സോ +y -y ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡി എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് dy ഇൻറ്റു 1 വരും. സോ ഇറ്റ്സ് dy ബൈ 1 + y ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ലിമിറ്റ് കൂടെ വേണം. എക്സിന് 0 എടുക്കുമ്പോഴത്തേക്ക് y എന്തായിക്കോളും, y 0 ആവും. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ അവിടുത്തെ ലിമിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 1 + y = y വരും. അതായത് y - y മൊത്തത്തിൽ അങ്ങ് 0 ആയിപ്പോവും. സോ ടേക്ക് y ലിമിറ്റ് ആസ് ഇൻഫിനിറ്റി. Therefore ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 x റൈസ് ടു p-1 1 - x റൈസ് ടു q-1 dx, which is equal to integral 0 to infinity. എക്സിന് പകരം നമ്മൾ പറഞ്ഞിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ y/1 + y ആണ്. സോ y/1 + y the whole raised to p-1 into 1 minus എക്സിന് പകരം y/1 + y the whole raised to q-1 dxന് പകരം നമുക്ക് കിട്ടിയത് dy/1 + y square. So equal to integral 0 to infinity y raised to p-1 by 1 plus y raised to p-1 into ഇതിനകത്തോട്ട് LCM എടുക്കുക. LCM എടുക്കുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ 1 plus y minus y the whole raised to q-1
by 1 plus y raised to q minus 1 into dy by 1 plus y the whole square. So ഇവിടെ നിന്ന് പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ചെയ്ത് കളയാം. ഇക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity. ന്യൂമറേറ്ററിൽ ഇനി y റൈസ് ടു പി മൈനസ് 1 ഉണ്ട്. ഇവിടെ 1 റൈസ് ടു ക്യൂ മൈനസ് 1, 1 റൈസ് ടുവിൻ്റെ പവർ വരുമ്പോൾ അത് തന്നെയാണ് 1 തന്നെയാണ്. പിന്നെ ഇവിടെ ഉള്ളതൊരു ഡി വൈ ഉണ്ട്. ആൻഡ് ഡിനോമിനേറ്റേഴ്സിൻ്റെ ടേംസ് എല്ലാം സെയിം ആണ്. 1 plus y 1 plus y 1 plus y. സോ പവേഴ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. സോ 1 plus y റൈസ് ടു പി മൈനസ് 1 പ്ലസ് ക്യൂ മൈനസ് 1 പ്ലസ് 2. സോ മൈനസ് 1 മൈനസ് 1 കൂടെ മൈനസ് 2 ആവും. ആ മൈനസ് 2 പ്ലസ് 2 കൂടി ക്യാൻസൽ ചെയ്ത് പോകും. സോ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity y റൈസ് ടു പി മൈനസ് 1 dy ബൈ 1 പ്ലസ് y റൈസ് ടു ബാക്കി പി പ്ലസ് ക്യൂ. ഇതായിരുന്നു മൂന്നാമത്തെ റെപ്രസെൻറ്റേഷൻ, ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ മൂന്നാമത്തെ റെപ്രസെൻറ്റേഷൻ. സോ 4 ഇക്വേഷൻസ് ആണ് മൊത്തം ബീറ്റ പി ക്യൂവിനുള്ളത്. അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് കേസായിട്ട് 3 ഇക്വേഷൻസ് ഡെറിവ് ചെയ്തത്. നെക്സ്റ്റ് സെക്ഷൻ ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഗാമ ഫംഗ്ഷൻ, അഥവാ ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇക്വേഷൻ. ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതായിരുന്നു. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കുറച്ച് അധികം ഡെറിവേഷനുണ്ട്, പക്ഷേ സിമ്പിളാണ്. ബീറ്റ ഓഫ് പി ക്യൂവിനെ എങ്ങനെ എഴുതാം ഇൻ ടേംസ് ഓഫ് ഗാമ? ബീറ്റ ഫംഗ്ഷന് ഗാമയുടെ ഫംഗ്ഷനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനുണ്ട്. സോ പ്രൂഫ് ഗാമ ഓഫ് പിനെ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity ടി റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഡി ടി. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കുക. പുട്ട് ടി ഈക്വൽ ടു വൈ സ്ക്വയർ, ടീന് പകരം വൈ സ്ക്വയർ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഡി ടി എന്ത് വരും? 2y dy എന്ന് വരും. ഇനി ലിമിറ്റ് കൂടെ കണ്ടുപിടിക്കണം. ടി ഈക്വൽ ടു 0 ആണ് ലോവർ ലിമിറ്റ്. സോ ടി ഈക്വൽ ടു 0 വരുമ്പോൾ y എന്ത് കിട്ടും? 0. ആൻഡ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി വരുമ്പോൾ വൈ എന്ത് കിട്ടും? വൈയും ഇൻഫിനിറ്റി തന്നെയാണ്. സോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ഗാമ ഓഫ് പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈയുടെ ടേംസിലോട്ട് വരുമ്പോൾ ഇൻ്റഗ്രൽ 0 to infinity ടിക്ക് പകരം വൈ സ്ക്വയർ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടിക്ക് പകരം വൈ സ്ക്വയർ ഇൻറ്റു ഇവിടെ നമുക്ക് ഡി ടിക്ക് പകരം 2y dy എന്ന് കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അപ്ലൈ ചെയ്തു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു ഇവിടുത്തെ 2 ഇങ്ങ് പുറത്തെടുക്കാം. സോ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity ഈ പവർ 2 കൂടെ മുകളിലോട്ട് കൊടുക്കുക. അപ്പോൾ y റൈസ് ടു 2 ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ, ഇവിടെ ഒരു y ഉണ്ട്, y dy എന്ന് കിട്ടും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity y റൈസ് ടു ഇപ്പം 2 അകത്തോട്ട് കൊടുക്കുമ്പം 2p മൈനസ് 2 ഇവിടെ ഒരു y ഉണ്ട്, അയാളുടെ പവർ 1 ആണ്. സോ പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ dy. സോ ഇത് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity y റൈസ് ടു 2p മൈനസ് 2 പ്ലസ് 1 കൂടെ മൈനസ് 1 ആവും ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ dy എന്ന് കിട്ടും. വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ ഗാമ ഓഫ് പിയുടെ ഇക്വേഷനാണ് എഴുതിയത്. സിമിലർലി നമുക്ക് ഗാമ ഓഫ് ക്യൂ എഴുതാം. ഗാമ ഓഫ് ക്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity പിക്ക് നമ്മൾ y എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ ഡമ്മി വേരിയബിൾ നമുക്ക് ഏത് വേണമെങ്കിൽ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സോ നമ്മൾ ഗാമ ഓഫ് ക്യൂ എഴുതുമ്പോൾ വൈക്ക് പകരം നമ്മൾ എക്സ് ആണ് കൊടുക്കുന്നത്. സോ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു പി വരുമ്പോൾ പി മൈനസ് 1. സോ ക്യൂ വരുമ്പോൾ 2q മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. വേറെ ഒന്നുമില്ല. നമ്മൾ ഗാമ ഓഫ് പി വന്നപ്പോൾ വൈ വേരിയബിൾ യൂസ് ചെയ്തെങ്കിൽ ഗാമ ഓഫ് ക്യൂ വരുമ്പോൾ എക്സ് വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ 2 ഇക്വേഷൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡ് ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 രണ്ട് വശത്ത് ഒരു 2 ഉണ്ട്. സോ 2 ഇൻറ്റു 2 4 ആകും. 4 പിന്നെ നമുക്ക് 2 ഇൻ്റഗ്രൽ കിടപ്പുണ്ട്. ഇൻ്റഗ്രൽ 0 to infinity y റൈസ് ടു 2p മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 2q മൈനസ് 1 ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് dy. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity y റൈസ് ടു 2p മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു 2q മൈനസ് 1. ഇവിടെ നമുക്ക് ഇയുടെ പവറിൽ
ഒരു മൈനസ് ഇങ്ങ് പുറത്തെടുത്താൽ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും ഇൻറ്റു ഡി എക്സ് ഡി വൈ. നൗ നമ്മൾ ഇതിനെ പൊളാർ കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. സോ പൊളാർ കോർഡിനേറ്റ് വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ, വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ. ആറിൻ്റെ വേരിയേഷൻ നമ്മൾ എടുക്കുന്നത് 0 to ഇൻഫിനിറ്റിയും തീറ്റയുടെ വേരിയേഷൻ നമ്മൾ എടുക്കുന്നത് 0 to π/2 ആണ്. ആൻഡ് ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഈ ഇൻ്റഗ്രലിനെ പൊളാർ കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ആറിൻ്റെ വേരിയേഷനാണ് ആദ്യം എഴുതിയത് 0 to ഇൻഫിനിറ്റി, തീറ്റയുടെ വേരിയേഷൻ 0 to π/2 ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം മൈനസ് പുറത്തുണ്ട്. സോ ആർ സ്ക്വയർ ഇൻറ്റു വൈക്ക് പകരം ആർ സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു 2p - 1 ഇൻറ്റു എക്സിന് പകരം ആർ കോസ് തീറ്റ ദ ഹോൾ റേസ് ടു 2q - 1 ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. സോറി, ഇവിടെ എഴുതുമ്പം നമ്മൾ ഡി തീറ്റ കഴിഞ്ഞിട്ടാണ് ഡി ആർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലിമിറ്റ് അപ്ലൈ ചെയ്തതിനനുസരിച്ച് വേണം ഇവിടെ ഇത് എഴുതാനായിട്ട്. സോ ആദ്യം എഴുതിയിരിക്കുന്ന തീറ്റയുടെയാണ്. സോ ഡി തീറ്റ ഡി ആർ എന്ന് എഴുതും. ഇനി ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to π/2 ഇ റൈസ് ടു മൈനസ് ആർ സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ പവർ ആറിനും കൊടുക്കാം സൈൻ തീറ്റയ്ക്കും കൊടുക്കാം. സിമിലർലി ഇവിടുത്തെ പവർ ആറിനും കോസ് തീറ്റയ്ക്കും കൊടുക്കുന്നു. സോ ആറിന് ഏതൊക്കെ പവർ വരും? അപ്പോൾ ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്. ഈ ആറിൻ്റെ പവർ 1 ആണ്. സോ ഒരു ആറ് എഴുതിയിട്ട് നമുക്ക് പവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 2p - 1 പ്ലസ് 2q - 1 പ്ലസ് 1. പിന്നെ ഉള്ളത് സൈൻ തീറ്റ റൈസ് ടു 2p - 1 cos theta raised to 2q - 1 d theta dr. So which is equal to 4 into integral 0 to infinity 0 to π/2 e raised to minus r square. ഇവിടെ നിന്ന് +1 -1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് r raised to ഈ 2p ന്നും 2q ന്നും ഒരു 2 കൂടെ പുറത്തെടുത്താൽ പിന്നെ ഉള്ളത് p plus q, ബാക്കി ഈ -1. പിന്നെ ഉള്ളത് സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു 2p - 1 cos theta the whole raised to 2q - 1 d theta dr. സോ ഇനി നമ്മളിതിനെ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു ആറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ക്യൂവിൻ്റെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, അതായത് 0 to ഇൻഫിനിറ്റി ആറിൻ്റെയാണ്. സോ ആറ് ആരൊക്കെ ഉണ്ട്? ഇ റൈസ് ടു മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ റൈസ് ടു 2 ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 ഡി ആർ. ഇത്രയും ടേംസിലാണ് ആറുള്ളത്. ഇൻ്റഗ്രൽ 0 to π/2 ബാക്കി വരുന്നത് കോസ് തീറ്റ റൈസ് ടു 2q - 1 സൈൻ തീറ്റ റൈസ് ടു 2p - 1 ഇൻറ്റു ഡി തീറ്റ. ഇത് ആരുടെ ഫോർമുലയാണ്? ഇതെന്ന് പറയുന്നത് 4 ഇൻറ്റു 1/2 ഗാമ പി പ്ലസ് ക്യൂവിൻ്റെ ഫോർമുലയാണ്. ഇൻറ്റു ഇതിപ്പോൾ നമ്മൾ പഠിച്ച ബീറ്റ പി ക്യൂവിൻ്റെ ഫോർമുലയാണ്. ഹാഫ് ഇൻറ്റു ബീറ്റ പി ക്യൂ. സോ ഈ ഇൻ്റഗ്രലിന് പകരം നമുക്ക് ഹാഫ് ഇൻറ്റു ഗാമ പി പ്ലസ് ക്യൂ എന്നും ഈ ഇൻ്റഗ്രലിന് പകരം കുറച്ച് മുമ്പേ പഠിച്ച ഹാഫ് ഇൻറ്റു ബീറ്റ പി ക്യൂ എന്നും കൊടുക്കാം. സോ 2 ഇൻറ്റു 2 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഗാമ പി പ്ലസ് ക്യൂ ഇൻറ്റു ബീറ്റ പി ക്യൂ എന്ന് എഴുതാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നത് ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ എന്നായിരുന്നു. സോ ബീറ്റ ഓഫ് പി ക്യൂവിന് ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ എടുക്കാനായിട്ട് ഗാമ പി പ്ലസ് ക്യൂവിന് ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ. ഇങ്ങനെയാണ് നമ്മൾ ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ വേണം. അതുപോലെ ഇതൊരു വട്ടം 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. ഇനി ഇതിലൊരു റിസൾട്ട് കൂടെ ഉണ്ട്. ബീറ്റ ഓഫ് പി ക്യൂ ഇസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ക്യൂ പി. ഇതും ഒരു തവണ 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതായിരുന്നു. അവിടെ വേരിയബിൾസ് എമ്മും എൻ എന്നുമാണ്. നിങ്ങൾക്ക് ഏത് വേരിയബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ബീറ്റ ഓഫ് പി ക്യൂ ഈക്വൽ ടു ബീറ്റ ഓഫ് ക്യൂ പി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ഫോർമുല അറിയാം. ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 x റൈസ് ടു p - 1 1 മൈനസ് x റൈസ് ടു q - 1 dx. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കും. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കുക. പുട്ട് x ഈസ് ഈക്വൽ ടു 1 മൈനസ് y. സോ dx എന്ത് വരും? മൈനസ് dy. ഇനി നമുക്ക് ലിമിറ്റ്സ് വേണം. എക്സിന് 0 കൊടുക്കുമ്പോൾ y ലിമിറ്റ് എന്ത് കിട്ടും? എക്സിന് 0 കൊടുക്കുമ്പോൾ y ലിമിറ്റ് 1 എന്നും എക്സിന് 1 കൊടുക്കുമ്പോൾ y ലിമിറ്റ് 0 എന്നും കിട്ടും. സോ ഈ ബീറ്റ ഓഫ് പി ക്യൂവിൽ നമ്മളിപ്പോൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻസ് അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ 0 to 1 ആണ് ലിമിറ്റ്. അതിപ്പോൾ
മാറി 1 to 0 ആവും. സോ ഇൻ്റഗ്രൽ 1 മുതൽ 0 വരെ എക്സിന് പകരം 1 മൈനസ് വൈ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം 1 മൈനസ് വൈ ഹോൾ റൈസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സിന് പകരം മൈനസ് ഡി വൈ. സോ ഈക്വൽ ടു ഈ മൈനസ് ഇവിടെ നിന്ന് മാറാനായിട്ട് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് റിവേഴ്സ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to 1 ഈ മൈനസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ലിമിറ്റ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് നമുക്ക് റിവേഴ്സ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. സോ ഇൻ്റഗ്രൽ 0 to 1 ഇതിൽ നമുക്ക് മൈനസിന് ബ്രാക്കറ്റിനകത്തോട്ട് കയറ്റാം. ഞാനൊരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പറയുകയാണ്. സോ 1ഉം -1ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിന്ന് മൈനസും കൂടെ പ്ലസ് ആവും. സോ നമുക്ക് ഇനിയുള്ളത് 1 മൈനസ് വൈ റൈസ് ടു പി മൈനസ് 1 പിന്നെ ഉള്ളത് വൈ റൈസ് ടു ക്യൂ മൈനസ് 1 ഡി വൈ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 വൈ റൈസ് ടു ക്യൂ മൈനസ് 1 മൈനസ് വൈ റൈസ് ടു പി മൈനസ് 1 ഡി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ഇത് ആരുടെ ഫോർമുലയാണ് തിരിഞ്ഞ്, അതായത് നമുക്ക് പി മൈനസ് 1 ക്യൂ മൈനസ് 1 വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കും ബീറ്റ പി ക്യൂ എന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ക്യൂ മൈനസ് 1 പി മൈനസ് 1 വരുമ്പോൾ നമ്മളിതിനെ ബീറ്റ ക്യൂ പി എന്ന് ഉപയോഗിക്കും. സോ സ്റ്റാർട്ട് ചെയ്തത് ബീറ്റ പി ക്യൂവിലാണ് ആൻഡ് വി ഗെറ്റ് ബീറ്റ പി ക്യൂ ഈക്വൽ ടു ബീറ്റ ക്യൂ പി. നെക്സ്റ്റ് പ്രോബ്ലം, ഒന്നാമത്തെ പ്രോബ്ലം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity x cube by 1 plus x raised to 5 dx. അപ്പോൾ നമുക്കറിയാമെന്നുള്ള ബീറ്റ ഓഫ് പി ക്യൂ എന്ന് പറയുന്നൊരു ഡെഫിനിഷനുണ്ട്. ഇൻ്റഗ്രൽ 0 to infinity y raised to p minus 1 by 1 plus y raised to p plus q dx. അപ്പോൾ ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറിങ് വൈൻ്റെ പവർ, അതായത് വേരിയബിൾസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ എക്സ് വന്നു, ഇവിടെ കറസ്പോണ്ടിംഗ്ലി ഇവിടെ വൈ വന്നു. സോ പി മൈനസ് 1ൻ്റെ സ്ഥാനത്ത് ആരാണ്? പി മൈനസ് 1ൻ്റെ സ്ഥാനത്ത് ക്യൂവും ഇവിടെ പി പ്ലസ് ക്യൂവിൻ്റെ സ്ഥാനത്ത് 5ഉം ആണ്. സോ ഇവിടെ നിന്ന് പി ഈക്വൽ ടു 3 + 1 = 4 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ ക്യൂ ഈക്വൽ ടു 5 - p = 5 - 4 = 1 എന്നും കിട്ടും. സോ പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്? ബീറ്റ ഓഫ് പി ക്യൂ ആണ്. സോ ഈ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ബീറ്റ ഓഫ് 4,1 എന്ന് എഴുതാം. അപ്പോൾ ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ബൈ ഗാമ ഓഫ് 4 + 1 എന്നാണ്. ഇനി നമ്മൾ പഠിച്ച ഗാമയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈക്വൽ ടു, ഞാനിതിൻ്റെ ബാക്കി ഇങ്ങോട്ടാണ് എഴുതുന്നത്. സോ ഗാമ ഓഫ് 4 ഇൻറ്റു ഗാമ ഓഫ് 1 ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതാം. ഇതൊരു റിസൾട്ടാണ്, നമ്മൾ ഗാമ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഗാമ ഓഫ് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് പി ഇൻറ്റു ഗാമ ഓഫ് പി. സോ ഗാമ ഓഫ് 4 + 1 എങ്ങനെ എഴുതാം? പി പ്ലസ് ക്യൂ അല്ല, സോറി, പി പ്ലസ് 1. ഗാമ ഓഫ് പി പ്ലസ് 1 നമുക്ക് പി ഇൻറ്റു ഗാമ പി എന്ന് എഴുതാം. സോ 4 + 1 നമുക്ക് 4 ഇൻറ്റു ഗാമ ഓഫ് 4 എന്ന് എഴുതാം. സോ ഗാമ 4 ക്യാൻസലായി. ഗാമ ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 1/4. ഇപ്പം ചെയ്ത പ്രോബ്ലം പോലെ ഈ പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1/30 എന്ന് കിട്ടും. സെയിം ഇപ്പം ചെയ്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക ഹോംവർക്കായിട്ട്. ആൻഡ് യു വിൽ ഗെറ്റ് ആൻസർ ആസ് 1/30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/2 sin cube θ cos raised to 4 θ dθ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബീറ്റ പി ക്യൂ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ബീറ്റ ഓഫ് പി ക്യൂ ഈസ് ഈക്വൽ ടു 2 × ഇൻ്റഗ്രൽ 0 to π/2 sin θ raised to 2p - 1 ഇൻറ്റു കോസ് θ raised to 2q - 1 dθ. സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പയറിങ് വി ഗെറ്റ് 2p - 1ൻ്റെ സ്ഥാനത്ത്, അതായത് സൈനിൻ്റെ പവറാണ് 2p - 1, ഇവിടെ സൈനിൻ്റെ പവർ 3 ആണ്. സിമിലർലി കോസിൻ്റെ പവർ 2q - 1, അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ 4 കിട്ടും. സോ 2p = 3 + 1 4 എന്നും p = 2 എന്നും ആൻഡ് ഹിയർ 2q = 5 എന്നും ആൻഡ് q = 5/2 എന്നും നമുക്ക് കിട്ടും. സോ നമുക്ക് ഈ ഇൻ്റഗ്രൽ 0 to π/2 sin cube θ cos raised to 4 θ dθ എന്ന് പറയുന്നത് 1/2. ഇവിടെ നമുക്കൊരു 2 ഉണ്ട്, ആ 2ന് ഇപ്പുറം കൊണ്ടുവരിക. സോ 1/2 ബീറ്റ പി ക്യൂ എന്ന് എഴുതാം. ആൻഡ് വി ഗെറ്റ് പി 2 ആൻഡ് ക്യൂ 5/2. സോ 1/2 ബീറ്റ പിയുടെ സ്ഥാനത്ത് 2ഉം ക്യൂയുടെ സ്ഥാനത്ത് 5/2ഉം കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് ബീറ്റ ഫംഗ്ഷന് ഗാമയിലോട്ട് കൊണ്ടുവരും. സോ 1/2 ഇൻറ്റു ഗാമ 2 ഗാമ 5/2 ബൈ ഗാമ 2 + 5/2 എന്ന് കിട്ടും. ആൻഡ് 2 + 5/2 ചെയ്യുമ്പോൾ നമുക്ക് 9/2 എന്ന് കിട്ടും. സോ ഈക്വൽ ടു 1/2 ഇൻറ്റു ഗാമ 2 ഗാമ 5/2 ബൈ ഗാമ
9 ഇത് LCM എടുക്കുക. 2 into 2 4, 4 plus 5 9, so 9/2 എന്ന് കിട്ടും, which is equal to 1/2 into ഗാമ 2നെ നമുക്ക് 1 into ഗാമ 1 എന്ന് എഴുതാം. ആൻഡ് ഗാമ 5/2 അതുപോലെ ബൈ ഗാമ 9/2ന് 7/2 into 5/2 into ഗാമ 5/2 എന്ന് എഴുതാം. അത് ഗാമയുടെ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. സോ ഗാമ 5/2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/2 ഇൻറ്റു ഗാമ 1 ആണ്. സോ 1/2 ഇൻറ്റു 1 ഇവിടെ നമുക്ക് 35/4 കിട്ടും. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ വാല്യൂറ്റ് ചെയ്യുമ്പോൾ 2/35 എന്ന് ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് cos x dx. സോ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റൂട്ടിന് നമുക്ക് ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം. സോ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ ക്യൂബ് എക്സ് cos x the whole raised to 1/2 dx. ഇനി 1/2 നമുക്ക് ഓരോരുത്തർക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ ക്യൂബ് എക്സ് the whole raised to 1/2 cos x the whole raised to 1/2 dx. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ഈ ക്യൂബിനെ കൂടെ പവറിൽ കൊടുക്കുമ്പോൾ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 3/2 കോസ് എക്സ് ദ ഹോൾ റൈസ് ടു 1/2 dx. സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ബീറ്റ ഓഫ് പി ക്യു ഈസ് ഈക്വൽ ടു 2 into ഇൻ്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ ദ ഹോൾ റൈസ് ടു 2p minus 1 cos theta the whole raised to 2q minus 1 d theta. ഇതിൽ കമ്പയർ ചെയ്ത് പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ആൻഡ് നേരത്തെ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 1/2 ഇൻറ്റു ഗാമ 5/4 ഇൻറ്റു ഗാമ 3/4 ബൈ ഗാമ 2 എന്ന് ആൻസർ കിട്ടും. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. സോ ഇതോടുകൂടി ബീറ്റ ഫങ്ഷൻസിൻ്റെ പോർഷൻസ് കഴിഞ്ഞു. ഇനി പ്രീവിയസ് ഇയറിൽ കണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബീറ്റ 1/1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അതുപോലെ റെക്കറൻസ് റിലേഷൻ ഫോർ ഗാമ ഫംഗ്ഷൻ, ഈ മൊഡ്യൂൾ നമ്മൾ ആദ്യം പഠിച്ചത് ഗാമ ഫംഗ്ഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗാമ 1/2 എന്ന് പറയുന്നത് റൂട്ട് പൈ ആണെന്ന് കാണിക്കാനുണ്ട്. പിന്നെ ബീറ്റ ഓഫ് പി ക്യു ഈക്വൽ ടു ബീറ്റ ഓഫ് ക്യൂ പി നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്.